ആത്മഹത്യ. ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ചെറിയ ഇത് അനുഭവം. ഈ അനുഭവമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ടാട്ടോ പറഞ്ഞത്. ഇപ്പൊ നിലവിലിപ്പോ നമ്മുടെ ഒരു യുവാവ് ഒരു യുവതിയുടെ പോസ്റ്റിന്റെ ആ ഒരു സാഹചര്യത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞതിന്റെ ആ ഒരു കുറച്ച് ന്യൂസുകളൊക്കെ ഞാനും വായിക്കാനിടയുണ്ടായി. അതിന്റെ പിറകെയാണ് ജനങ്ങൾ മുഴുവൻ അതിന്റെ പിറകെയാണ്. ആ യുവതി നാട് വിട്ടു എന്ന് പറയുന്നുണ്ട്, പോലീസ് കേസ് എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്, BNS ആക്ട് പ്രകാരമുള്ള ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കുറ്റം ചുമത്തുന്നുണ്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളുടെ പല അതായത് പൊതു സമൂഹത്തില് നല്ല വാല്യൂഡ് ആയിട്ടുള്ള പല ആളുകളുടെയും പല ഡോക്ടേഴ്സിന്റെ പലരുടെയും പല കുറിപ്പുകളും ന്യൂസിൽ വായിക്കാനിടയുണ്ടായി. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് കേരള ജനത തന്നെയാണ്. കേരള ജനത പറഞ്ഞാൽ സാമൂഹിക നീതി വ്യവസ്ഥ എന്ന് പറഞ്ഞ സംഭവം എന്ന് നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നടപ്പിലാക്കുന്നു, ആ സമയത്ത് ഇവിടുത്തെ ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും ഈ പറഞ്ഞ പോലെ വർഗീയ സംഭവങ്ങൾ, വർഗീയ വിഷങ്ങൾ, അതിലൂടെ നടക്കുന്ന മറ്റ് പ്രതിഭാസങ്ങൾ, അതിലൂടെയും കുറെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ അതിലിപ്പോ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ ആത്മഹത്യ, കൊലപാതകം. ഇത് രണ്ടുമാണ്. ഇതൊന്നുമല്ല നോർമലി പുറത്തു വരാത്ത പല അസുഖങ്ങൾ, വലിയ അസുഖങ്ങളോട് അറ്റാക്കുകൾ. ഈ അറ്റാക്കുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ആത്മഹത്യ തന്നെയാണ്. ഞാനിതിപ്പോ വലിയ വീഡിയോ ഒക്കെ ചെയ്യണം. ഇപ്പൊ നിലവില് നമ്മള് വീട് വിറ്റിട്ട് വാങ്ങിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വൈഫൈ ഉണ്ട് ട്ടാ. അപ്പോൾ എനിക്ക് കുറച്ച് നീളത്തില് കയറ്റാൻ തന്നെയാണ് താല്പര്യം. ഒരു അരമണിക്കൂറായിട്ട് കയറിക്കോട്ടെ, മതി. വ്യൂവേഴ്സ് 1-2 മതി, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ശരിയായ കണ്ടന്റ് എൻ്റെ വീഡിയോയിൽ തന്നെയാണ് ഉണ്ടാവുക. മറ്റേ റീൽസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഒന്നും അധികം ഇടാൻ പറ്റില്ല. അവിടെ വെറുതെ ചുമ്മാ വായകയിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ. പക്ഷെ ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറ് പ്രിപ്പയർഡ് ആവും. ചുമ്മാ പറഞ്ഞാൽ മതി, അവിടെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തലച്ചോറ് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവും. ഈ തലച്ചോറിൽ നമ്മൾ ഇന്നലെ വരെ ഉണ്ടായ കുറെ അനുഭവങ്ങൾ, ഇപ്പോൾ നിലവിൽ കറന്റിലി നടക്കുന്ന പല സിറ്റുവേഷൻസ് മീൻസ് നമ്മളെ ബാധിക്കാത്തതായിരിക്കാം എന്ന സമൂഹത്തിൽ ബാധിക്കുന്നതായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ 3 കോടി ജനങ്ങളിൽ ആ മരണപ്പെട്ട വ്യക്തി, അവരുടെ കുടുംബം, അവരുടെ സുഹൃത്തുക്കള്, ഇത്തരം ആളുകൾ മീൻസ് ഒരു ചുരുങ്ങിയതൊരു 4000-ഓ 5000-ഓ ആളുകൾ അത്രയും കണക്റ്റഡ് ആണെന്ന് വയ്ക്കുക. ബന്ധുമിത്രാദികള്, ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കള്, അവരുടെ പാടികളായിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ സഹജീവനക്കാരായിട്ടുള്ള വ്യക്തികള്, അങ്ങനെയുള്ള ഒരു കണക്റ്റഡ് ആയിട്ട് മൊത്തത്തിൽ ഒരു 5000 ഉണ്ടെന്ന് വയ്ക്കുക. ഒരു വ്യക്തിയുടെ കണക്റ്റഡ് ആയിട്ട് ആ വ്യക്തിയെ അറിയുന്ന, നേരിട്ടോ അല്ലാതെയോ കണ്ടുപരിചയം മാത്രമുള്ളവരായിട്ടോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടും മിണ്ടിയും പരിചയമുള്ളവരായിട്ടോ, അതും അല്ലെങ്കിൽ കണ്ടും മിണ്ടിയും സംഭാഷണം നടത്തിയും കൂടെ നടന്നും പല വിധത്തിലുള്ള പരിചയമുള്ള ഒരു വ്യക്തിക്ക്, നമ്മുടെ കേരളത്തിലെ ഒരു വ്യക്തിക്ക് ഒരു 5000 ഉണ്ടെന്ന് വയ്ക്കുക. അത് പലർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് ഡിപ്പെൻസ് അപ്പോൺ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചിലരുമായിട്ട് ഫോൺ നമ്പർ പോലും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരുമായിട്ട് നിരന്തരം ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും, ചിരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ള കണക്ഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു വ്യക്തി, മരണപ്പെട്ട ഈ യുവാവ് ഇന്ന് കേരളത്തില് 3 കോടി ജനങ്ങള് ഉള്ള ഈ ഒരു 3-3.5 കോടി ജനങ്ങളോളം ഉള്ള ഈ കേരളത്തില് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. കാരണം മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം തരംഗമായി മാറിയത്. അതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തെ തരംഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു യുവതിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അല്ല വീഡിയോ അദ്ദേഹം അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇടേണ്ടി വന്നു. വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ടാണ് ഇന്ന് മരണപ്പെട്ട ഒരു വ്യക്തി ഒരു തരംഗമായി മാറിയത്. പക്ഷെ ഈ മരണപ്പെട്ട വ്യക്തി എത്ര തരംഗമായി മാറിയാലും നഷ്ടം മരണപ്പെട്ട വ്യക്തിക്ക്. മീൻസ്
ഇതിന്റെ പിറകിൽ ഞാൻ പറഞ്ഞു ആത്മശാന്തി. ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ആത്മാവിന് ശാന്തി ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ആ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ശരി, മരണപ്പെട്ടത് നോർമലി മരണവും കൊലപാതക മരണവും അതെല്ലാം ആത്മഹത്യാ മരണവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു നമ്മുടേതായ രീതിയിൽ നമ്മുടെ സമയം എത്തി, ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു, അന്നേ വരെയുള്ള കണക്ക് വഴക്കുകളൊക്കെ തീർത്തു, എന്നിട്ട് വരുന്ന മരണം അത് വ്യത്യാസമുണ്ട്. അതല്ല അതിനിടയ്ക്ക് ആരെങ്കിലും കാരണത്താൽ ഒരുപാട് ടെൻസ്ഡ് ആയിട്ട്, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്രോബ്ലംസ് കാരണം, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഏതെങ്കിലും വകുപ്പിൽ കൊലപാതകം ചെയ്തുകൊണ്ടോ ഇങ്ങനെയൊക്കെ മരണപ്പെടുന്ന വ്യക്തികളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറിട്ടൊരു രീതിയിലായിരിക്കും. അതിന് ടൈമിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അവർക്കൊരു പുതിയ ജന്മം ലഭിക്കാൻ, പുനർജന്മം ലഭിക്കാൻ, അത് പല സ്ഥലങ്ങളിലും പലതാണ് പറയുന്നുണ്ടെങ്കിലും എൻ്റെ അറിവ് പ്രകാരം ഞാൻ പഠിച്ചു വെച്ചതിൻ്റെയും അതിൻ്റെയൊക്കെ ആധാരത്തിൽ മത്തം കുത്തിയ മത്തം തന്നെ മുളയ്ക്കുള്ളൂ, കുമ്പളം മുളയ്ക്കൂല. അപ്പൊ ഏതൊരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പോകുന്ന ആത്മാവോ ഒരു കാരണവശാലും ഒരു മൃഗമായോ മരമായോ പട്ടിയായോ ഊച്ചയായോ വരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ പല പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പല മത ജാതി വ്യവസ്ഥകളിലുള്ള പല ഗ്രന്ഥങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ഡിവേർട്ടായിട്ട് പോണില്ല, അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വ്യത്യസ്തമായ മേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു, ഇന്ന് മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി. നോർമലി അദ്ദേഹത്തിന് 32 years ആയിട്ടുള്ളൂ. ഇനി അങ്ങേരുടെ ശാന്തി, ആ ആത്മാവിന് ശാന്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായിട്ടുള്ള നമ്മുടെ കേരള ജനതയുടെ, ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞാനും, ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ന്യൂസിലൂടെ, ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ശരിയായ രീതിയിൽ, ഞാൻ കഴിഞ്ഞ ആത്മഹത്യാ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന, ആത്മഹത്യ ചെയ്തവരായാലും ചെയ്യപ്പെട്ടവരായാലും ശരി, കൊലപാതകം ചെയ്യപ്പെട്ടവരായാലും ശരി, പല പല മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നാളെയോ മറ്റന്നാളോ എനിക്കൊരു മരണം സംഭവിക്കാം. ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും മരണം സംഭവിക്കുന്നുണ്ട് പല പല വിധത്തിൽ. പക്ഷെ ഓരോരുത്തരുടെയും കണക്ഷൻ ചിലപ്പോൾ ഒരു 5000 ആയിരിക്കാം, ചിലപ്പോൾ ഒരു 10000 ആയിരിക്കാം, പലർക്കും പല കണക്ഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഞാൻ ലാലേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാലേട്ടൻ, അതേപോലെ ഇപ്പൊ ശ്രീനിവാസൻ സാറ്, ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അന്നത്തെ പൊതുജനങ്ങൾ എത്ര പേര് അദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ സാറ്, ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് പൊതുജനങ്ങൾ എങ്ങനെ ആദരാഞ്ജലികൾ അർപ്പിച്ചോ ഇതേപോലെ പൊതുജനങ്ങൾ അറിഞ്ഞ മരണം, ഇതൊരു മരണം ആത്മഹത്യയാണ്, സാധാരണ മരണമാണ്. ഏതൊരു വ്യക്തിക്കും മരണം ഒന്നേ ഉള്ളൂ. അതിപ്പോ തൂക്കിക്കൊന്നാലും ശരി, കൊലപാതകം ചെയ്താലും ശരി, ആത്മഹത്യ ചെയ്താലും ശരി, ആ വ്യക്തിക്ക് ഒരു മരണമേ ഉള്ളൂ. പിന്നെ പുനർജന്മം എത്ര ഉണ്ട്, എന്തുണ്ട്, അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. 84 ജന്മത്തിന്റെ സൈക്കിൾ മാത്രമേ ഇവിടെ കറങ്ങുന്നുള്ളൂ എന്ന് അടിയുറയിട്ട് പറയുന്ന ഒരു വിദ്യാഭ്യാസം ഇവിടെ നിലവിലുണ്ട്. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, ഓരോരുത്തർക്കും എത്രയാണ് സമയം എന്നീ കാര്യങ്ങളെ പറ്റിയിട്ട് അതാത് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതാത് ആത്മാക്കൾക്കും അതാത് ആളുകൾക്കും അതേപോലെ ഈ അതാത് ശരീരങ്ങളിൽ നിന്നും പുറമേക്ക് വരുന്ന ആത്മാവും ദൈവവുമായിട്ടുള്ള കണക്ഷൻ. അപ്പൊ ദൈവത്തിനും ആത്മാവിനും മാത്രം അറിയാവുന്ന കാര്യമാണ് ഓരോരുത്തർക്കും എത്ര ജീവിത കാലഘട്ടം, എത്ര ജനന മരണങ്ങൾ, ഏതേതെല്ലാം യുഗങ്ങളിൽ, ഏതേതെല്ലാം പദവികളിൽ, ഏതേതെല്ലാം രീതികളിൽ ഉണ്ട് എന്നത് അതാത് സോളുകൾക്ക്
സോൾ, റൂഹ് എന്ന് പറഞ്ഞ ആ സംഭവം നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഈ ആത്മഹത്യയുടെ ഈ വിഷയം വിട്ടു. അപ്പോൾ അത് ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മീയതയും ഭൗതികതയും രണ്ടും രണ്ടല്ല, ഇത് കണക്റ്റഡ് ആണ്. കണക്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക സംഭവമാണ്. അപ്പൊ ഈ ആത്മഹത്യക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞവരെന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ആത്മശാന്തി, അത് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവര് ഏത് രീതിയിൽ അറിയാമോ അതാത് രീതികൾ പ്രാർത്ഥിക്കുക. ആത്മഹത്യ പിന്നെയും നടന്നു. ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ 4:30 ആയിപ്പോ ഈ സമയത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് ന്യൂസ് നോക്കിയപ്പോൾ ഒരു കുട്ടി മീൻസ് 10ാം ക്ലാസ്സിലാണ്, അങ്ങനെ കൊണ്ടാണ് തോന്നുന്നുണ്ട്, തിരുവനന്തപുരത്ത് അവിടെ എവിടെയാണോ. ജസ്റ്റ് ഞാൻ എല്ലാ ന്യൂസിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാറില്ല, ചിലത് മാത്രമേ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് അറിയാൻ വേണ്ടിയിട്ട് കയറി ചെല്ലാറുള്ളൂ. അപ്പൊ ഈ ഒരു യുവാവിന്റെ മരണം, ഇത് നമ്മുടെ ബസ്സിൽ മോശമായി അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടായ മരണത്തിന്റെ അതുമായി ബന്ധപ്പെട്ട റൂട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് എവിടെ എങ്ങനെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. യുവതിയെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്, യുവതി വിദേശത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്, മറ്റേ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് ആ യുവതി കണ്ടത് ചെയ്തത് അല്ല, ആ യുവതിയിലൂടെ അറിഞ്ഞത് കാര്യങ്ങളൊക്കെ കറക്റ്റ് സത്യസന്ധമായിട്ടുള്ള സംഭവമാണെങ്കിൽ അതിന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. അതും എന്താ പറയുക, അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള യുവതിയാണ്. അനവധി യുവതികളെ പറ്റിയിട്ട് നമുക്കറിയാം. നല്ല വിവരവും വിദ്യാഭ്യാസം, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാ സംഭവം ഉണ്ട്. അപ്പൊ എനിക്കും അനുഭവമാണ്. നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു യുവതിയിൽ നിന്നും എനിക്ക് നേരിട്ട അനുഭവം ചില്ലറയൊന്നുമല്ല. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമല്ല 2-3 വർഷമായിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പക്ക സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച ഒരു യുവതി, അത് നമ്മുടെ സ്വന്തം പെങ്ങളാണ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വന്തം അമ്മയായാലും പെങ്ങളായാലും ചിലത് പറയേണ്ടത് പറയന്നെ ചെയ്യും. അതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ അതങ്ങനെ മുന്നോട്ട് നീങ്ങട്ടെ. ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എന്ന് പറയുന്നില്ല, അവരവരുടെ കഴിവിനനുസരിച്ച് അവരവരുടെ നീതിക്കനുസരിച്ച് പ്രാർത്ഥിക്കുക. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ഉത്തരവാദിത്വം ഈ കേരള ജനതയിലുള്ള ഓരോരുത്തർക്കുമുണ്ട്. 2 കൂട്ടർക്കുമുണ്ട്, സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാർക്കുമുണ്ട്. അതായത് സ്ത്രീ ശരീരത്തെ ഒരു ഉപഭോഗ സംസ്കാരമാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതേ സ്ത്രീകൾ തന്നെ ഇതൊരു ഉപഭോഗ ചരക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത് അങ്ങനെ ഒരു ഉപഭോഗ ചരക്കല്ല, ഇത് അതിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് മൂടിപ്പൊതിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട്. കാറ്റഗറീസ് അനവധിയാണ്. അനവധി കാറ്റഗറീസിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. കിട്ടിയ അവസരം മുതലാക്കുന്ന പുരുഷന്മാരുണ്ട്. കിട്ടിയ അവസരം, അതായത് ഒരു സ്ത്രീയെ കിട്ടിയ അവസരം എത്ര തന്നെ വലുതായാലും അത് മുതലാക്കാതെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അതിന് സ്ത്രീകൾക്ക് പോലും തിരുത്തി കൊടുക്കുന്ന പുരുഷന്മാരുണ്ട്. അതായത് സ്വന്തം ഭാര്യ ഇരിക്കെ തന്നെ, സ്വന്തം ഭാര്യ കളറുള്ളവളാണോ കളറില്ലാത്തവളാണോ, അനുഭവം കൊണ്ട് പറയട്ടെ, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളുടെ ഒരു വലിയ അനുഭവമുണ്ട്. നമ്മുടെ അനവധി സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണം, അതുപോലെ ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെയുള്ള യാത്രകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഈ പറഞ്ഞ പോലെ സ്ത്രീ അവളുടെ ശരീരം വിൽക്കാൻ തയ്യാറായിട്ടുള്ള അനവധി സ്ഥലങ്ങളുണ്ട്. സ്ത്രീ അവളുടെ ശരീരം വിൽക്കില്ല, പണത്തിന് വേണ്ടി വിൽക്കില്ല, സുഖത്തിന് വേണ്ടി മാത്രം വിൽക്കുന്ന അനവധി സ്ഥലങ്ങളുണ്ട്. അതിലൊരു വലിയ മേഖല തന്നെയാണ് ഈ പറഞ്ഞ പോലെ പൊതു സംവിധാനങ്ങൾ. ചില സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ശാരീരിക സുഖത്തേക്കാൾ ഉപരി മാനസിക സുഖം എന്ന് പറയും. മാനസിക സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അവരവരുടെ പല സ്ഥലങ്ങളും തുറന്നു കാണിക്കും. പല വിധത്തിലുള്ള കട്ടിങ്സ് ഒക്കെ, അതായത് പിറകിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കട്ടിങ്സ് ഒക്കെ കാണിച്ച് വയറ്
വയറെന്ന് പറയുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ വട അതേപോലെ എന്തൊക്കെ അവർക്ക് മാക്സിമം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചുകൊണ്ട് അവരങ്ങനെ നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പുരുഷൻ അതിന് സുന്ദരനായിരിക്കാം സുന്ദരി ഏതായിരിക്കാം അതൊന്നും കാണുന്നത് സംഗതി കാണുമ്പോൾ അവരൊരു പുച്ഛഭാവത്തിൽ നിൽക്കുമെങ്കിലും നല്ല പരിചയമുള്ള ഒരാളോ അല്ലെങ്കിൽ നോർമലി ഏതെങ്കിലും ഒരാളോ അത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ആത്മസംതൃപ്തി എന്ന് പറയുക, ഒരു മാനസിക സംതൃപ്തി, അത് അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകള് അതേപോലെ എല്ലാം മൂടിപ്പൊതച്ചുകൊണ്ടും നടക്കുന്നതിനിടയ്ക്ക് ഒരു പുരുഷനിൽ നിന്നുള്ള കരസ്പർശം, ഏതെങ്കിലും പുരുഷനിൽ നിന്നോ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്ന കരസ്പർശമോ ദൃഷ്ടിസ്പർശമോ ഇതിലൂടെ ലഭിക്കുന്ന സുഖത്തിൻ്റെയും അതിലൂടെയും കിട്ടും സുഖം. അതായത് ഇത് മുഴുവൻ മറിച്ചാലും ഇത് മുഴുവൻ തുറന്നാലും സ്പർശനത്തിലൂടെ, കാരണം ഇത് രണ്ട് ജാതിയുടെ ചെറിയ വിഷയമൊന്നുമല്ല. സ്ത്രീ ജാതി പുരുഷ ജാതി, ഇതിലും രണ്ട് കൂട്ടരിലും നല്ല നല്ല വിധത്തിലുള്ള ആളുകളുണ്ട്, മോശമായ ആളുകളുണ്ട്. അത് എവിടെ എങ്ങനെ എന്നുള്ളത് സാമൂഹിക വ്യവസ്ഥയുടെ പ്രശ്നമാണ്. മുത്തശ്ശൻ പേരക്കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ മകളെ പീഡിപ്പിച്ചു കൊന്നിട്ടുണ്ട്, രണ്ടാനച്ഛനുണ്ട്, നേരച്ഛനുണ്ട്. ഈ പറഞ്ഞ പോലെ ബ്രദർ സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം, ഈ ആത്മഹത്യയുടെ മെയിൻ ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുള്ള, ഈ സമൂഹം എന്ന് പറഞ്ഞാൽ കേരള സമൂഹം മാത്രമല്ല, ഇന്ത്യ ഉണ്ട്, ഓൾ ഇന്ത്യ, ഓൾ വേൾഡ്. കാരണം എന്താന്ന് വെച്ചാൽ പല 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 കാര്യങ്ങളും നമ്മൾ ഇന്ന് വിദേശികളെ അനുകരിക്കുക തന്നെയാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വീട്ടിലും നാട്ടിലും ഒക്കെ ഒരു ഇതെത്തിക്കഴിഞ്ഞാൽ അവർക്ക് സെക്സ് ചെയ്യാനുള്ള അധികാരം, അവകാശം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബത്തിലായാലും അവിടെ അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കൊന്നും അത്ര വലിയ വാല്യൂഡ് കൊടുക്കാറില്ല. നമ്മുടെ കേരളത്തിലാണ് കുറച്ചും കൂടെ അതിന് കൂടുതലായിട്ടുള്ള വാല്യൂഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. എന്നിരുന്നാൽ പോലും അതിലൂടെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കുറെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പഴയ സിസ്റ്റം, അതായത് മരുമക്കത്തായം എന്നുള്ള സിസ്റ്റം, അതായത് മുറപ്പെണ്ണ് മുറച്ചെറുക്കന്റെ സിസ്റ്റം ഒക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുള്ളത്, എന്നാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതില് മെയിൻ വിഷയം ആത്മഹത്യ. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ആത്മഹത്യാ ശ്രമത്തെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു ആത്മഹത്യാ ശ്രമത്തെ കുറിച്ച് ഞാൻ എന്നെ ഓർമ്മിക്കുമ്പോൾ അത് 2-3 കാരണമുണ്ട്. ഒന്ന് ഈഗോ, മീൻസ് നമ്മളതാണ് ഇതാണ് എന്നൊക്കെ ആ ഒരു ഈഗോയെ കോട്ടം തട്ടിക്കാൻ വേണ്ടി, എൻ്റെ കുഞ്ഞിക്കാലം 6ാം ക്ലാസ്സാണോ 5ാം ക്ലാസ്സാണോ ആ സമയത്തൊക്കെ നല്ല പൊട്ടിത്തെറുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടിത്തെറുപ്പ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് സ്ത്രീകൾ, ടീച്ചർമാരായിരുന്നു, ഭയങ്കര ചീത്ത. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചീത്ത. പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പെങ്ങള്, അവള് എനിക്കിട്ട് നല്ല പണി തരുമായിരുന്നു. പല വിധത്തിലും അവൾ എനിക്കിട്ട് ചെറുപ്പത്തിൽ നല്ല പണി, 1 വയസ്സിന് താഴെ. അപ്പോൾ അന്ന് സംഗതി ഞാൻ പെണ്ണ് കേസിൽ അത് പറച്ചിൽ നിർത്തിയ ഒരു സംഭവമാണെങ്കിൽ പോലും ഈ നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായിട്ട് ഉണ്ടായ ചില കാര്യങ്ങൾ, അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും വലിയ പാപം വരുന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് സഹിച്ചോളാം. സംഗതി പല ആളുകളുടെയും വലിയൊരു അഭിപ്രായം, ഒരുപാട് ആളുകളുമായിട്ട് ഞാൻ സംവദിക്കുന്നതിനിടയ്ക്ക് എനിക്ക് കിട്ടിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള കാര്യം അത് എത്ര മോശമായാലും ശരി നല്ലതായാലും ശരി അത് പുറത്ത് പറയരുതെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് കുടുംബം ഇവിടെയാണ് ഇതിനൊക്കെ സാഹചര്യങ്ങൾ. ഇപ്പൊ ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയാണ്. പിന്നെ അതേപോലെ തന്നെ എത്രയോ ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ
അക്കൗണ്ടിൽ നിന്ന് എന്തോ ഒരു 40,000 മേലെ പിൻവലിച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹണി ട്രാപ്പ് പോലുള്ള ഒരു സംഭവമാണോ എന്നുള്ള അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതൊന്നും ഇനി തെളിയിക്കാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഊഹാപോഹങ്ങളുടെയും പറഞ്ഞ പോലെ ചെറിയ ചെറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു ചെറിയ കഥ, അതിന്റെ ഒരു കണക്ഷൻ പറയാം. ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിവരമില്ലാത്ത കാര്യം. ഏറ്റവും പ്രധാനം അതാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആരാണോ ആത്മഹത്യ ചെയ്തത് അവർക്ക് ഇതിനെപ്പറ്റി ശരിയായ വിവരമില്ല എന്ന് തന്നെ പറയാം. എൻ്റെ ശരിയായ ബുദ്ധി ഉറയ്ക്കാത്ത കാലത്ത് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നുള്ള കളിയാക്കലുകൾ, സുഹൃത്തുക്കളിൽ നിന്ന്, അനവധി സുഹൃത്തുക്കൾ, നമ്മൾ ഇച്ചിരി ഹൈറ്റ് കുറവാണ്, പറഞ്ഞ പോലെ കാണാനൊന്നും വലിയ ഭംഗിയൊന്നും അന്നില്ല. ഇന്നും ഭയങ്കര ഭംഗിയൊന്നും ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കുന്നത് മീശയിലും മുടിയിലൊക്കെയാണ്. അങ്ങനെ തൽക്കാലം മുന്നോട്ട് പോട്ടെ. പിന്നെ അന്നത്തെ നമ്മുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. തൽക്കാലം എന്താ പറയാ, ഒരു എന്താ പറയാ, പല പല ആക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ സിനിമകളിൽ, മോഹൻലാലും മമ്മൂട്ടി. അപ്പൊ അതിന്റെ ഇടയിൽ വല്ല ഇന്ദ്രൻസ്, ജഗതി ശ്രീകുമാർ, ഇവരൊക്കെ ആക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ലെവലിലേക്കെങ്കിലും, അതായത് കൊമേഡിയൻ ലെവലിലേക്കെങ്കിലും എന്നെ ഏറ്റെടുത്ത് സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ 6-7 വ്യൂവേഴ്സ്, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സ്. ബാക്കിയുള്ള വ്യൂവേഴ്സിനൊന്നും ഞാൻ അത്ര കണക്കാക്കുന്നില്ല. ബാക്കി ചെറിയ ചെറിയ റീൽസ് ഒക്കെ ഇടുമ്പോൾ 900 ആളുകൾ കാണുന്നുണ്ട്, 700 ആളുകൾ കാണുന്നുണ്ട്, 200 ആളുകൾ കാണുന്നുണ്ട്, പല വിധത്തിലുള്ള വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ ഈ വലിയ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന 1-2 അല്ലെങ്കിൽ 5-6 ആള്, ഇവർക്ക് വേണ്ടി മാത്രമാണ് ശരിക്കും ഞാൻ ഈ അവർക്ക് വേണ്ടി, അതിൽ ആരോ എന്തോ, അത് ചിലപ്പോൾ ബ്രഹ്മകുമാരീസിന്റെ അറിവ് കിട്ടിയവരായിരിക്കും, അതല്ലാത്തവരായിരിക്കും, ആരോ ആവട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതുജനങ്ങൾക്ക് ക്ഷമയില്ല, അതുകൊണ്ട് ഇടയ്ക്ക് റീൽസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആത്മഹത്യയുടെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ കുഞ്ഞുകാലത്ത് എനിക്കറിയില്ലാത്ത സമയം, അതായത് എൻ്റെ തലച്ചോറ് ശരിയായ രീതിയിൽ പാകപ്പെട്ടിട്ടില്ല. എന്താണ് ജീവൻ, എന്താണ് ശരീരം എന്നൊന്നും പാകപ്പെടാത്തൊരു സമയത്ത് വാഴക്കൊല കെട്ടി തൂക്കിയിട്ട് ആ കൊല മാറ്റിയ സമയത്ത് ഉണ്ടായിരുന്ന കയറിൽ ഞാൻ എൻ്റെ ഒരു എന്ത് ഡിപ്രഷൻ, സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ഒന്നിൻ്റെയും കുറവില്ല. 2 നില വീടുണ്ട്, TV ഉണ്ട്, പറഞ്ഞ പോലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വല്യച്ഛൻ, വല്യമ്മ, അവരുടെ മക്കള്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നിനും ഒരു കുറവില്ല. സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾക്ക് വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും വളരെയധികം ഉണ്ടായിരുന്ന ആ ഒരു കാലത്ത് ഞാൻ ആ ഒരു മണ്ടത്തരം ചെയ്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈഗോ. ഒരു പ്രധാന റീസൺ തന്നെ ഈഗോ ആണ്. അതായത് ഞാൻ എന്തോ ആണ്, എന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയേറെ തരം താഴ്ത്തുന്നതിൽ നിന്നും ഒളിച്ചോടാനുള്ളൊരു ശ്രമം. അത് ആത്മഹത്യാ ശ്രമം മാത്രമല്ല, പണ്ട് വേറൊരു ശ്രമം കൂടെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാട് വിട്ട് പോയി വളരെയധികം നന്നായി വരണം. ആര് നന്നാവണം, അന്നൊക്കെ നാട് വിട്ടിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പ്ലാൻ ചെയ്യുമായിരുന്നു. കാരണം ഇവിടെ നിന്ന് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ പഠിക്കാൻ നമുക്ക് തോന്നുന്ന വിഷയമല്ലേ പഠിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് വരുമായിരുന്നു. മീൻസ് അന്ന് നമ്മുടെ തലച്ചോറ് അതിന് പാകപ്പെട്ടിട്ടില്ല. പല കാര്യങ്ങളും, ചില കാര്യങ്ങളോ ഭയങ്കര മിടുക്കെന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളിൽ അഗ്രഗണ്യനാണ്. പണ്ടൊരു പ്രൊഫസർ, വല്യച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു പ്രൊഫസർ വീട്ടിൽ വന്ന സമയത്ത്, എൻ്റെ കുഞ്ഞുകാലട്ടോ, അന്നത്തെ എൻ്റെ ഓരോ കാര്യങ്ങളും കുട്ടികൾ വലിയ ആൾക്കാരോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, നിങ്ങൾ അവിടെ നിന്ന് എന്താ പേര്, എന്താ പണി, ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് അങ്ങേര് എന്നോട് നേരിട്ട് പറഞ്ഞില്ല. എൻ്റെ കുഞ്ഞുകാലാണ്, അത് 5ാം ക്ലാസ്സും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് പറഞ്ഞൊരു സംഭവമാണ്, നീ ഇവിടെ നിന്ന് ജനിക്കേണ്ടതല്ല മോനെ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല സുഹൃത്തായിരുന്നു ആരുടെ, വല്യച്ഛൻ്റെ. അത് ഏകദേശം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70-80 വയസ്സ് ഏകദേശം ആയിട്ടുണ്ടാവണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അന്ന് വല്യച്ഛനുള്ള കാലത്ത് അവിടെ വീട്ടിൽ സ്ഥിരം വരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കാലത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പോക്കിരിത്തരങ്ങളും നമ്മുടെ സംഭാഷണങ്ങളും ഇതൊക്കെ കണ്ടിട്ട് അങ്ങേര് വിലയിരുത്തിയതാണ്. കാരണം അനവധി കുട്ടികളെ വിലയിരുത്തുന്ന ഒരു പ്രൊഫസറാണ്. അതും എവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അന്ന് മിടുക്കുണ്ട്, എനിക്ക് നല്ല മിടുക്കുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ പഠനത്തിൽ എനിക്കിഷ്ടമില്ലാത്ത സംഭവങ്ങൾ പഠിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ സ്കൂളുകളിൽ നിന്നും തച്ചേൽപ്പിക്കുന്ന പുസ്തകത്തിന്റെ ഭാരം ചുമക്കലും, അത് അതേപോലെ ഇവിടെ ഈ പറഞ്ഞ പോലെ തത്തമ്മയെ പൂച്ച 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 എന്ന് പറഞ്ഞ പോലെ പഠിച്ച് അത് അതുപോലെ അവതരിപ്പിക്കലും സത്യം പറഞ്ഞാൽ നമുക്കന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഓരോ ക്ലാസ്സിലും ഞാൻ അതിമിടുക്കനായിരുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഫസ്റ്റ് ഇപ്പൊ മാത്സ് ആണെങ്കിൽ മാത്സ്, മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. ഷോർട്ട് മെമ്മറി ഭയങ്കരമാണ്, എനിക്ക് ഭയങ്കര മെമ്മറി. ആ സമയം പറഞ്ഞു തന്ന എന്ത് കാര്യമാണെങ്കിലും അതൊരു ഭയങ്കരമായിട്ട് വേഗം ഗ്രാസ്പ് ചെയ്യാനും അതിനെ ആ സമയത്ത് തന്നെ എക്സാം നടത്തുകയാണെങ്കിൽ, അതേ സമയത്ത് തന്നെ എക്സാം നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും ഫസ്റ്റ്. അതായത് ഇപ്പൊ മാത്സിൽ ഞാൻ അതിമിടുക്കനായിരുന്നു. എന്താ പറയാ, എല്ലാ ക്ലാസ്സിലും 10ാം ക്ലാസ്സിലാണെങ്കിൽ പോലും മാത്സിൽ ഞാൻ അതിമിടുക്കനായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിൽ എസ് എൽ സിയുടെ എന്താ പറയാ മാർക്ക് ലിസ്റ്റിൽ എനിക്ക് എത്രയാണെന്ന് അറിയാം മാർക്ക്? കറക്റ്റ് 50 മാർക്കിൽ എനിക്ക് 11-10 മാർക്ക്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല. എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. എന്നാൽ മലയാളത്തിൽ നല്ല മാർക്ക് ഉണ്ട് കേട്ടോ, സോഷ്യലിലും ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ ആയിട്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി മുട്ടി 10ാം ക്ലാസ് ഫസ്റ്റ് ഞാനിത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് എൻ്റെ ആത്മഹത്യയുടെ കാര്യത്തിൽ ഇതാണ് മെയിൻ. ഒന്ന് ഈഗോ, അറിവില്ലായ്മ, ഈ പുറമേയുള്ള സമൂഹത്തിൽ നിന്നും. കാരണം എനിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ നല്ല സ്ട്രെസ് ആയിരുന്നു. കാരണം എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് പഠിക്ക്. അതേപോലെ ഓരോ കാര്യങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ. എനിക്കന്ന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം അത് തുറന്നു പറയുന്നതിലേക്ക് വലിയ ഇതായിട്ടൊന്നും ക്ഷേമമായിട്ടൊന്നും തോന്നണില്ല. അതായത് ഇച്ചിരി പ്രായമായിട്ടും പായലുമുള്ളുന്നൊരു അസുഖം അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അസുഖത്തിന് നമ്മളെ വീട്ടിലാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാം. അത് ഇടയ്ക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പെങ്ങളെ ഉള്ളൂ എന്നുള്ളത്, അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കും, അവൻ പായപ്പാത്തി എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ അന്നേരം വരുന്ന സ്ട്രെസ് ഭയങ്കര. മീൻസ് സംഗതി എൻ്റെ ഒരു അസുഖമാണെന്നുള്ളത് അവരും അംഗീകരിച്ചിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവൾ എന്നെക്കാൾ ഒരു വയസ്സ് താഴെയാണ്. അപ്പൊ അവളും അംഗീകരിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നെ സംബന്ധിച്ച് അതൊരു അസുഖമാണ്, അത് മാറ്റിയെടുക്കാൻ പറ്റും എന്ന ഒരു കാര്യം എനിക്കും അന്നറിയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണ്. എന്നിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. അതേപോലെ സ്കൂളിൽ പോയാലോ, ചോട്ടയ്ക്ക് പേരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പേരെന്ന് പറയാം മുട എന്നുള്ളൊരു പേരൊക്കെ ഇട്ടിട്ട് അപ്പൊ മീൻസ് ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളുടെ ഇടയിൽ ചില സാമൂഹിക ദ്രോഹികൾ എന്ന് പറയാം. ചില സാമൂഹിക ദ്രോഹികൾ ഇവരെന്ത് ചെയ്യും, പേര് വിളിക്കും. നമുക്ക് നല്ല പേര് അവിടെ ഉണ്ട്, സനൽദാസ് എന്നുള്ള പേര് അവിടെ ഉണ്ട്. ഇത് കൂടാതെ ഈ പേരും കൂടെ വിളിക്കും, മുട എന്നുള്ള പേരും കൂടെ. മീൻസ് സ്ട്രെസ്സായി. അതായത് നമുക്ക് വീട്ടിൽ നിന്നിട്ട പേരല്ല. എന്നിട്ട് ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയാം, നിന്റെ മേത്ത് കെട്ടണമെന്നില്ലല്ലോ, മേത്ത് കെട്ടാത്തതല്ലേ, വിട്ടേക്കെന്ന് പറയാം. പിന്നെ അത് മൈൻഡ് ചെയ്യാതായി. എന്നാലും ചില സമയത്ത് പ്രതികരിക്കൂട്ടെ. ഈ പ്രതികരിക്കുന്ന സമയത്ത് ആണ് കൂടുതൽ ആളുകളും പല രീതിയിൽ നമ്മളെ വീണ്ടും ഈ വക കാര്യങ്ങളിലേക്ക്, എന്തൊരു കാര്യങ്ങളിലേക്ക്, അതായത് കളിയാക്കുന്നതാണെങ്കിലും ശരി, ഇറിറ്റേറ്റ് മീൻസ് അപമാനിക്കുക, അതേപോലെ അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു പ്രത്യേക രീതി അത് തന്നെയാണ്. അപ്പോൾ ഈ ആത്മഹത്യക്ക് മെയിനായിട്ടുള്ള ഒരു ഉത്തരവാദികൾ ഞാനടക്കമുള്ള അങ്ങനെ തന്നെ പറയാം പൊതു സംവിധാനം, ഓൾ വേൾഡിലെ സംവിധാനം തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് കാരണം. ഇനി ഞാൻ പറയില്ല, ഇപ്പൊ ഒരു കുഞ്ഞും കൂടെ ഏതൊരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നോക്കണമെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മൊബൈൽ നോക്കണം, വീട്ടിലെ ബാക്കിയുള്ള മൊഴിയെടുപ്പുകൾ, കാര്യങ്ങൾ, അത് ഇതൊക്കെ ചെയ്യണം. ഇപ്പൊ എൻ്റെ ആത്മഹത്യയുടെ ഏറെക്കുറെയുള്ള ചെറിയൊരു സൂചന ഞാൻ തന്നില്ലേ. ഇത് ഏകദേശം 30 മിനിറ്റോളമായി. ഇതിന് വ്യൂവേഴ്സ് വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ, അത്ര മതി. ഞാൻ കുറേ കഥകൾ പറഞ്ഞല്ലേ. അപ്പൊ ഇതേ ആത്മഹത്യയുടെ ബാക്കി കഥകളും കൂടെ ഞാൻ ഇതിൽ പറയാം. എൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് ഞാൻ വാഴക്കൊല തൂങ്ങിയതിൻ്റെ അതിന് കാരണമാകാനുണ്ടായ അതിൽ ഒരാളല്ല കേട്ടോ. അപ്പൊ പെങ്ങളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, ടീച്ചറെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അച്ഛനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അമ്മയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഉത്തരവാദി ഞാനും കൂടെ. അന്ന് ആ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയതിന്റെ ഉത്തരവാദി ഞാനും കൂടെ.
അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നടത്തിയ ഉത്തരവാദി ഈ ആത്മഹത്യ ചെയ്ത ആ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഒരു വ്യക്തി, അതിന് ഉത്തരവാദി അദ്ദേഹം കൂടിയാണ്, മരണപ്പെട്ട ആ വ്യക്തി കൂടിയാണ്. അത് കാരണം എന്ന് പറഞ്ഞാല് സിസ്റ്റം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കൊലപാതകം